ഹേ ഗായ്സ്, സോ എല്ലാവർക്കും വെൽക്കം ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ബട്ട് ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ലൈക്ക് ജാനുവരി 2 എന്നാലും എനിവേ ഹാപ്പി ന്യൂ ഇയർ. 2025 നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. ഐ മീൻ വ്ളോഗ് ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ ഫസ്റ്റ് വ്ളോഗാണിത്. അപ്പോൾ ന്യൂ ഇയറിന് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഷോർട്സാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതിന് ലോങ് വീഡിയോ ഇനി അടുത്തത് വരും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് 2025 ഞാൻ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ മെയിൻ ലൈക്ക് ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കണ്ടുള്ളവർക്കറിയാം, എൻ്റെ ഡ്രീം പാഷൻ ഈസ് സിംഗിങ് ആൻഡ് എക്സ്പീരിയൻസ് ഉണ്ടാക്കണം. എനിക്ക് ഒരുപാട് സ്റ്റേജിൽ പാടി അതിനുശേഷം ഒരു ബാൻഡ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം, അതൊക്കെയാണ്. അപ്പോൾ ന്യൂ ഇയറിന് എനിക്കും ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആൻഡ് ആ പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ലൈക്ക് എനിക്കത് ഹാപ്പിനെസ് തന്നൊരു കാര്യമായിരുന്നു. ആൻഡ് എനിക്കതിൽ ഏറ്റവും ഹാപ്പി ഒരു മൊമെൻ്റ് എന്ന് വെച്ചാൽ ഞാൻ ലൈക്ക് 2024 11:59 2025 12 ലൈക്ക് ആ ഒരു ഇതിലോട്ട് എത്തിയപ്പോൾ തന്നെ ഞാൻ പാട്ട് പാടിക്കൊണ്ടാണ് തുടങ്ങിയത്. ലൈക്ക് എൻ്റെ അമ്മ അത് എനിക്ക് അതിൻ്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിഞ്ഞുകൂടാ. സോറി. അപ്പോൾ ഞാൻ പാട്ട് പാടിക്കൊണ്ടാണ് ആ ഒരു മൊമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. പാട്ട് പാടുന്നു, ഫയർ വർക്സ് പൊട്ടുന്നു, ലൈക്ക് ഹാപ്പി ന്യൂ ഇയർ. ഓ മൈ ഗോഡ്. അത് ലൈക്ക് പറയുമ്പോൾ അത് എത്രത്തോളം ലൈക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. ബട്ട് എന്നെ സംബന്ധിച്ച് എനിക്കറിഞ്ഞൂടാ, എനിക്കിത് വീഡിയോ എടുക്കാൻ പറ്റില്ല. ബിക്കോസ് എൻ്റെ ഫോണിൽ കരോക്കെ ട്രാക്ക് ഇട്ടേക്കുമായിരുന്നു. എന്നാൽ എനിക്ക് പറ്റും പോലെയൊക്കെ ഞാൻ വ്ളോഗിങ് എനിക്ക് അറിയില്ല, എന്നാൽ പോലും ഇത് എൻ്റെ ഒരു വ്ളോഗായിട്ട് ഞാൻ പറ്റും പോലെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെതായ മിസ്റ്റേക്സ് അതിനകത്തുണ്ട്. എന്നാലും അതെല്ലാം ഒന്ന് ഇഗ്നോർ ചെയ്തിട്ട് എല്ലാവരും കാണും നോക്കിയത് വരുമ്പോൾ. ഇത് പോസ്റ്റ് ചെയ്തിട്ട് അടുത്തതായിരിക്കും ആ വരുന്നത്. ലൈക്ക് ഇതിപ്പോൾ എനിക്ക് ഇത്രയും സ്പെഷ്യൽ ആവാൻ കാര്യം കഴിഞ്ഞ വർഷം ഈ സമയം ഞാൻ എങ്ങനെയായിരുന്നു, ഈ വർഷം ഞാൻ ഈ സമയം എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വലിയ ആളായി ആ രീതിക്കല്ല ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് എല്ലാ ന്യൂ ഇയറും മിക്കപ്പോഴും എന്തെങ്കിലും അസുഖങ്ങളോ ഫിസിക്കൽ ഇഷ്യൂസോ ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ലിറ്ററലി കഴിഞ്ഞ വർഷം നോക്കുവാണെങ്കിൽ കിളികൾ കഴിഞ്ഞ വർഷം നോക്കുവാണെങ്കിലും ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, അതെനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഈ ന്യൂ ഇയർ എനിക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ലൈക്ക് എനിക്ക് വേറെ ഒന്നുമല്ല, ന്യൂ ഇയർ സ്റ്റാർട്ടിങ് അതിലല്ല. ലൈക്ക് ഞാൻ പാടിക്കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ദാറ്റ്സ് മൈ ഡ്രീം. ലൈക്ക് അത് എനിക്ക് അറിഞ്ഞൂടാ. എന്നെ പേഴ്സണലി എനിക്കത് എന്തുമാത്രം എനിക്ക് എന്നോട് തന്നെയുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ കൂടാനും ആത്മവിശ്വാസം, സന്തോഷം, സംതൃപ്തി എല്ലാം അതായിരുന്നു. ആൻഡ് റെസ്പോൺസ് ആണെങ്കിലും ഞാൻ അവിടെ പ്രോഗ്രാമിന് ആ അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു, സ്കൈലൈൻ ബിൽഡേഴ്സിൻ്റെ ഒരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ഓക്കെ, അവിടുത്തെ ആൾക്കാർ 6 എന്നില്ല 60 എന്നില്ല 70 എന്നില്ല ഏജ്, എല്ലാവരും വെറും വൈബായിരുന്നു. അതാണ് ലൈക്ക് അവരുടെ ആ ഒരു റെസ്പോൺസ്. അത് വെച്ചിട്ടാണ് എനിക്ക് ആ വീഡിയോസ് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് കോപ്പിറൈറ്റ് ഇഷ്യൂ വരില്ലേ, കരോക്കെ ആയിരുന്നു, അപ്പോൾ പറ്റത്തില്ല. അപ്പോൾ അൺപ്ലഗ്ഡ് ആയിട്ടുള്ള ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് ഞാൻ എൻ്റെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഞാൻ ഇതിലും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. യെസ്. അപ്പോൾ എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു. ബിക്കോസ് ലൈക്ക് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല എന്ന് വെച്ചാൽ ഒരു ഡിസംബർ ലാസ്റ്റ് ആകുമ്പോൾ പോലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല എനിക്ക് ന്യൂ ഇയറിന് ഇങ്ങനെ അത്ര വലിയ ഗ്രാൻഡ് പ്രോഗ്രാം അങ്ങനല്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് എക്സ്പീരിയൻസ് വേണം, എനിക്ക് സ്റ്റേജ് എക്സ്പീരിയൻസ് വേണം, എനിക്ക് പാട്ട് പാടി ലൈക്ക് എനിക്ക് ബ്രേക്ക് വന്നിട്ടുണ്ട് പാട്ട് പാടുന്നതിൻ്റെ ഇടയ്ക്ക്. അതും ഒരു ലൈക്ക് ഫിസിക്കൽ ഇഷ്യൂസ് കാരണം, ഹെൽത്ത് ഇഷ്യൂസ് കാരണം ബ്രേക്ക് വന്നിട്ടുണ്ട് പാട്ടിന്. അപ്പോൾ അതെല്ലാം മാറി എനിക്കിനി തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രാക്ടീസ് എക്സ്പീരിയൻസ് എല്ലാം ആവണം എന്ന രീതിക്കാണ് ഞാൻ ഓരോ പ്രോഗ്രാമിനും പോകുന്നത്. അപ്പോൾ ഇതിന് പോയപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ്.
വലിയ ഗ്രാൻഡ് പ്രോഗ്രാം ആണെന്നല്ല, ബട്ട് നമ്മളവിടെ എങ്ങനെ പെർഫോം ചെയ്യുന്നു, ദാറ്റ്സ് വാട്ട് ഐ എം ടോക്കിംഗ്. ഓക്കെ, എനിക്ക് ഞാൻ എന്തൊക്കെയോ ഓർക്കുന്നുണ്ട് സ്റ്റിൽ. ഇപ്പോൾ ഇത് പറയുമ്പോൾ ലൈക്ക് ഫ്ലാഷ് ബാക്സ്, എൻ്റെ പാസ്റ്റ് സ്റ്റോറീസ് ഒക്കെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. ഹൗ മച്ച് ഐ സ്ട്രഗിൾഡ്. ആൻഡ് ഇപ്പോഴും കുറച്ചൊക്കെ, എന്നാലും അങ്ങനല്ല. എനിക്ക് പാട്ട് പാടിക്കൊണ്ട് രാത്രി 12 മണിക്ക് 2025 എൻ്റർ ചെയ്യാൻ പറ്റി. അത് കേൾക്കുന്ന നിങ്ങൾക്കത് എത്രത്തോളം അക്സെപ്റ്റബിൾ ആണെന്നോ ലൈക്ക് എത്രത്തോളം മനസ്സിലാവുമെന്നോ ഐ ഹാവ് നോ ഐഡിയ. ബട്ട് എന്നെ സംബന്ധിച്ച് അങ്ങനെ കാണത്തുള്ളൂ. ആൻഡ് ദൈവത്തിൻ്റെ അനുഗ്രഹം കാണും. ഇനിയും ഈ വർഷം എന്നല്ല, ഇനി അങ്ങോട്ട് നന്നായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബിക്കോസ് കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായിട്ട് എനിക്ക് ഒട്ടും നല്ല വർഷമല്ലായിരുന്നു. ഒട്ടും എന്ന് പറഞ്ഞാൽ ഒട്ടും. അപ്പോൾ ഈ വർഷം നല്ലതായിരിക്കും എന്ന് ഐ ബിലീവ്. ഓക്കെ, ആൻഡ് താങ്ക്സ് പറയുകയാണെങ്കിൽ ഒരുപാട് പേരോട് പറയണം. സൗഹൃദേട്ടൻ, ശ്രീനാഥേട്ടൻ, എൻ്റെ കൂടെ പാടിയ പ്രദീപ് അങ്കിൾ, ശ്യാം അങ്കിൾ, സച്ചിൻ ചേട്ടൻ, ദീക്ഷിതേട്ടൻ, പിന്നെ ഫസ്റ്റ് ഞാൻ എവിടെ പോയത്, കൃഷ്ണകുമാർ, അങ്ങനെ എന്തോ, RJ കൃഷ്ണകുമാർ, ആ ചേട്ടൻ്റെ പേര് അങ്ങനെ എന്തോ. എല്ലാവരോടും താങ്ക്സ് ടു. ബിക്കോസ് എസ്പെഷ്യലി താങ്ക്സ് പറഞ്ഞാൽ സൗഹൃദേട്ടൻ. ഹീസ് മൈ സീനിയർ, കോളേജിലെ സീനിയറാണ്. ഓക്കെ, സൂപ്പർ സീനിയർ ചേട്ടനാണ്. ഈ ബാക്കിയുള്ള ഈ പറഞ്ഞ എല്ലാവരുമായിട്ടൊരു കോണ്ടാക്ട്, വസന്ത് അങ്കിൾ, എല്ലാവരുമായിട്ടൊരു കോണ്ടാക്ട് തന്നിട്ടുള്ളത്. എനിവേ, ഐ എം വെരി ഹാപ്പി. ആൻഡ് ഈ വീഡിയോയിൽ ലാസ്റ്റ് പറ്റുമെങ്കിൽ ഞാനൊരു ക്ലിപ്പ് ആഡ് ചെയ്യാം. ഞാൻ എന്തോ ഈ പറയുന്നത്, എൻ്റെ ഹാപ്പിനെസ്സാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ എൻ്റെ ഹാപ്പിനെസ്സാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും അതിലൊരു പാട്ടാവണം. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ആ ഒരു ന്യൂ ഇയർ പ്രോഗ്രാമിൻ്റെ ലോങ് വീഡിയോ എനിക്ക് പറ്റും പോലെ, അല്ല ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്, എനിക്കറിയാം ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. ബിക്കോസ് ഫസ്റ്റ് ടൈം ഞാൻ വ്ലോഗ് എടുക്കുവാണ്, ഫസ്റ്റ് ടൈം വ്ലോഗായിട്ട് എടുക്കുവാണ്. അത് പുറത്തൊരു സ്ഥലത്ത് പോയിട്ട് ഒരു ഡേ മൊത്തം കവർ ചെയ്ത് എടുത്ത സാധനം ഒരു 8-10 മിനിറ്റിനകത്തേ ഉള്ളൂ. അപ്പോൾ അതിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്, എനിക്കറിയാം. എന്നാൽ പോലും എല്ലാം പഠിച്ചു വരുന്നില്ലേ ഉള്ളൂ, അതിൻ്റേതായത്. എന്നാൽ പോലും അതെല്ലാം ഇഗ്നോർ ചെയ്ത് നിങ്ങൾ കാണണം. ഓക്കെ, ആൻഡ് ഐ നീഡ് യുവർ സപ്പോർട്ട്, യുവർ ബ്ലെസ്സിങ്സ്. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങളുടെ എല്ലാവരുടെയും ലൈക്ക് ഈ ഒരു ഇയർ അടിപൊളിയായിരിക്കും. ഇത്രയൊക്കെ തന്നെ പറയുള്ളൂ. ആൻഡ് എൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ എല്ലാവരും ചെക്ക് ചെയ്യണം കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ പറ്റുമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. എനിക്ക് ഈ പരിപാടിയൊന്നും ആക്ച്വലി അറിയില്ല, ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. എല്ലാവരും അത് കാണണം. ആൻഡ് കീപ് സപ്പോർട്ടിങ്, കീപ് വാച്ചിങ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആ ബെൽ ബട്ടൺ അമർത്തിയിട്ട് മറ്റേ ബെല്ലൈക്കൺ അതൊന്ന് എനേബിൾ ചെയ്തിട്ടാലേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അതൊക്കെ ഞാൻ പറയാൻ മറന്നുപോയത് ആക്ച്വലി കഴിഞ്ഞ കാര്യം, നേരത്തെ വീഡിയോയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം. സോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ കഴിഞ്ഞെങ്കിലും ഹാപ്പി ന്യൂ ഇയർ. ആ ഷോർട്സ് എല്ലാവരും ഒന്ന് കാണണേ, ഞാൻ ലിങ്ക് ഇടാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ. ആൻഡ് താങ്ക് യു.